നമസ്കാരം, ദിസ് ഈസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ 65 പോയിന്റ്, സെൻസെക്സ് 75,415, 232 പോയിന്റിന്റെ ഒരു ഗെയിൻ. വലിയ തരക്കേടില്ലാത്ത ഒരു ദിവസം, എന്നാൽ വളരെയധികം വോളറ്റിലായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ഒരു 1:30 സമയത്ത് മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ സ്പൈക്ക് ചെയ്ത് ഒരു 160 പോയിന്റ് മുകളിലാണ് ട്രേഡിങ് തുടർന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അപ്പോൾ യുദ്ധം തീർന്നോ എന്നുള്ള രീതിയിൽ ഒരുപാട് കോളുകൾ വന്നു. കാരണം വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് സെക്കൻഡ് ഹാഫിൽ അൺയൂഷ്വലായ രീതിയിൽ മാർക്കറ്റ് സ്പൈക്ക് ചെയ്തു. പക്ഷേ യുദ്ധമൊന്നും തീർന്നിട്ടില്ല. യുദ്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ, പാകിസ്ഥാൻ വീണ്ടും ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി തന്നെ ലൈം ലൈറ്റിൽ പാകിസ്ഥാൻ നിലനിൽക്കുന്നുണ്ട് ഒരു മധ്യസ്ഥനായിട്ട് തന്നെ. പക്ഷേ വീണ്ടും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി സയ്യിദ് മുഹസിൻ നഖി യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് പുതിയൊരു ധാരണയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. ഇറാനും US ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനെതിരെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് ചർച്ചയിൽ നല്ല പുരോഗതിയുണ്ട് എന്ന് തന്നെയാണ്. ട്രംപും ആവർത്തിച്ച് പറയുന്നത് തന്നെയാണ്, ചർച്ചയിൽ പുരോഗതിയുണ്ട്, ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം തീരാം. എന്നാൽ ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസും തന്നെ യുദ്ധം നിർത്താനായിട്ട് അങ്ങനെയുള്ളൊരു ഫീല് തരുന്ന ഒരു റെസ്പോൺസ് അല്ല ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് ഇറാൻ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഏത് രീതിയിലുള്ള ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് തയ്യാറായിട്ട്, അല്ലെങ്കിൽ അവരുടെ മറുപടികൾ ഏത് രീതിയിലായിരുന്നോ, ഇപ്പോഴും അവർ അതേ ട്യൂൺ തന്നെയാണ് പുലർത്തുന്നത്. ട്രംപാണ് ചില സമയത്ത് നിലപാട് കടുപ്പിക്കും, ചില സമയത്ത് നിലപാടിൽ മയപ്പെടുത്തും, ചില സമയത്ത് ഭീഷണി, ചില സമയത്ത് വിട്ടുവീഴ്ച. പക്ഷേ ഇറാൻ്റെ ഭാഗത്ത് എപ്പോഴും ഒരേ സ്റ്റേബിളായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ യുറേനിയം എൻറിച്ച്മെൻറ്റ് അല്ലെങ്കിൽ യുറേനിയം കൈമാറുക എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ അത് പെട്ടെന്ന് നടക്കാനായിട്ടൊക്കെ സാധ്യതകൾ വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് യുറേനിയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഈ ഹോർമോസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരിഹരിക്കാം എന്നൊക്കെ തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റെസ്പോൺസ്. യുദ്ധം സംബന്ധിച്ചുള്ള കാര്യം ഇതാണ്. എനിവേ, മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡും ശ്രീറാം ഫിനാൻസും ആക്സിസ് ബാങ്കും ICICI ബാങ്കും വിപ്രോ എല്ലാം തന്നെ നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ മാക്സ് ഹെൽത്ത് കെയർ വീക്ക് റിസൾട്ട് കാരണം 6% ഇടിഞ്ഞു. സൺഫാർമയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. ITCയുടെ സിഗരറ്റ് ബിസിനസ് വീക്ക് ആയതുകൊണ്ട് ITC ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഈ മാസം അവസാനമാണ് കോഴിക്കോടും കൊച്ചിയിലും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളുള്ളത്. കുറച്ച് സീറ്റ് മാത്രമാണ് ഉള്ളത്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാരമൗണ്ട് സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. പാരമൗണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോഫിറ്റ് 18 കോടി രൂപയിൽ നിന്ന് 20 കോടി രൂപയിലേക്ക് ഉയർന്നു. സെഞ്ചുറി പ്ലൈവുഡ് നെറ്റ് പ്രോഫിറ്റ് 52 കോടി രൂപയിൽ നിന്ന് 78 കോടി രൂപയിലേക്ക് ഉയർന്നു. സ്റ്റാർ സിമെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 123 നിന്ന് 150 കോടി രൂപയിലേക്ക് ഉയർന്നു. മിൻഡ കോർപ്പ് 52 കോടി രൂപയിൽ നിന്ന് 130 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. മിൻഡ കോർപ്പ് ഇന്ന് 8% റാലി കണ്ടു. ശില്പ മെഡിക്കെയർ കമ്പനി എബിറ്റ ഡേറ്റയാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ 79 നിന്ന് 120 കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. എബിറ്റയാണ്, നെറ്റ് പ്രോഫിറ്റ് അല്ല. എബിറ്റ നെറ്റ് പ്രോഫിറ്റ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇന്നലെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. സൺ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 26% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റോക്ക് നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ 5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഇലക്ട്രോണിക്സ് സ്മാർട്ട് കമ്പനി സ്റ്റോക്ക് നിന്ന് 4% റാലി രേഖപ്പെടുത്തി 26 നിന്ന് 39 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഇൻഫോ എഡ്ജ് നെറ്റ് പ്രോഫിറ്റ് 12% ഉയർന്നു. ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 3 രൂപ 60 പൈസ. ക്യുക്ക് ഹിൽ ടെക് കമ്പനി നെറ്റ് ലോസ് ആണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തത്. സ്റ്റോക്ക് നിന്ന് 7% ഇടിഞ്ഞു. എഞ്ചിനീയേഴ്സ് ഇന്ത്യ സ്റ്റോക്കിൻ്റെ കമ്പനിയുടെ 280 നിന്ന് പ്രോഫിറ്റ് ഇടിഞ്ഞ് 195 അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നിന്ന് 9% ഇടിവ് രേഖപ്പെടുത്തി. അശോക് ബിൽഡ് കോണും അതുപോലെ തന്നെ 432 കോടി രൂപ ഉണ്ടായിരുന്ന കമ്പനി ഇത്തവണ 143 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. സ്റ്റോക്ക് നിന്ന് 4% ഇടിഞ്ഞു. ലക്ഷ്മി ഡെൻ്റൽ കമ്പനി സ്റ്റോക്ക് നിന്ന് അപ്പർ സർക്യൂട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം 4 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് കമ്പനി 10 മടങ്ങ് ഇവരുടെ പ്രോഫിറ്റ് ഉയർന്നു, 250 കോടി രൂപ കരസ്ഥമാക്കി. റിലയൻസ് പവർ 125 നിന്ന് ഈ തവണ 490 കോടി രൂപ ലോസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക്
നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ആയിട്ട് എത്താൻ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.